ക്രിസ്തുയേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ന്യായവിധിയെക്കുറിച്ച് ചെറിയതായിട്ടൊന്ന് മനസ്സിലാക്കാം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ മനസ്സിലാക്കി ദൈവത്തിൻ്റെ പരിശുദ്ധമായ ആത്മീയത കൊണ്ടാണ് ദൈവം ഒരു വ്യക്തിയെ മുദ്രയിടുന്നത്. ദൈവത്തോടൊപ്പം നിത്യതയിൽ വസിക്കുവാൻ ദൈവം ഒരു വ്യക്തിയെ തൻ്റെ പരിശുദ്ധമായ ആത്മീയത അവന് കൊടുത്ത് ആ ആത്മീയതയിലൂടെയാണ് ദൈവം ഒരുവനെ മുദ്രയിടുന്നതെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ മനസ്സിലാക്കി. ഇനി ഇതുപോലെ ദൈവത്തിൻ്റെ ആത്മീയത ഹൃദയത്തിൽ സ്വീകരിച്ച് ആ ആത്മീയത അനുസരിച്ച് ജീവിക്കാത്തവനെ ദൈവം ന്യായം വിധിക്കുന്നുണ്ട് എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇവിടെ രണ്ട് വിധത്തിലുള്ള ന്യായവിധിയെക്കുറിച്ചാണ് വചനം പഠിപ്പിക്കുന്നത്. ഒന്നാമത്തെ ന്യായവിധി അത് ന്യായപ്രമാണ പ്രകാരമുള്ള ന്യായവിധിയാണ്. രണ്ടാമത്തെ ന്യായവിധി അത് പുതിയ നിയമത്തില് പുതിയ നിയമം അനുസരിച്ചുള്ള ന്യായവിധിയാണ്. ഇവിടെ യേശു പഠിപ്പിക്കുന്നത് ന്യായപ്രമാണത്തെക്കുറിച്ചുള്ള വിധിയെക്കുറിച്ച് യേശു പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 45-ാം വാക്യത്തിലൂടെ യേശു നമ്മെ ഓരോരുത്തരെയും പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ പിതാവിന്റെ മുമ്പിൽ നിങ്ങളെ കുറ്റം ചുമത്തുമെന്ന് നിങ്ങൾക്ക് തോന്നരുത്. നിങ്ങളെ കുറ്റം ചുമത്തുന്നവനുണ്ട്, നിങ്ങൾ പ്രത്യാശ വെച്ചിരിക്കുന്ന മോശ തന്നെ. അപ്പൊ ഇവിടെ യേശു നമ്മെ ഓരോരുത്തരെയും പഠിപ്പിക്കുന്നത് ഈ ന്യായപ്രമാണ പ്രകാരം ജീവിക്കുന്ന ഓരോ വ്യക്തിയെയും ദൈവം ന്യായം വിധിക്കുന്നില്ല. പക്ഷെ അവനെ ന്യായം വിധിക്കുന്നത് മോശയാണ് ന്യായം വിധിക്കുന്നത് എന്നാണ്. മോശ ന്യായം വിധിക്കുന്നു എന്ന് പറഞ്ഞാൽ മോശ ഡയറക്റ്റ് ആയിട്ട് ആരെയും ന്യായം വിധിക്കുന്നില്ല. എന്നാൽ മോശ നൽകിയ ന്യായപ്രമാണം അത് അനുസരിക്കാത്തവർക്ക് ആ ന്യായപ്രമാണം തന്നെ അവന് ന്യായവിധിയായി തീരുമെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. ഒരു വ്യക്തി ന്യായപ്രമാണത്തിന് കീഴിലാണ് ജീവിക്കുന്നത്. ആ ന്യായപ്രമാണം അനുസരിച്ച് അവൻ ജീവിക്കുന്നില്ല എങ്കിൽ ആ ന്യായപ്രമാണം തന്നെ അവന് ശിക്ഷാവിധി അല്ലെങ്കിൽ ന്യായവിധിയായി തീരും എന്നാണ് ഈ വചനത്തിലൂടെ യേശു നമ്മെ പഠിപ്പിക്കുന്നത്. വീണ്ടും യേശു തന്നെ പഠിപ്പിക്കുന്നത്, ഇനി യേശു ആരെങ്കിലും ഡയറക്റ്റായിട്ട് ന്യായം വിധിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ശിക്ഷാവിധി നടപ്പിലാക്കുന്നുണ്ടോ? അതും ചെയ്യുന്നില്ലെന്നാണ് വചനം നമ്മെ ഓരോരുത്തരെയും പഠിപ്പിക്കുന്നത്. വീണ്ടും യേശു പഠിപ്പിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 48-ാം വാക്യത്തിലൂടെ പഠിപ്പിക്കുന്നത്, എൻ്റെ വചനം കേട്ട് പ്രമാണിക്കാത്തവനെ ഞാൻ വിധിക്കുന്നില്ല. ലോകത്തെ വിധിപ്പാനല്ല, ലോകത്തെ രക്ഷിപ്പാനത്രേ ഞാൻ വന്നിരിക്കുന്നു. എൻ്റെ വചനം കൈക്കൊള്ളാതെ എന്നെ തള്ളിക്കളയുന്നവനെ ന്യായം വിധിക്കുന്നവനുണ്ട്. ഞാൻ സംസാരിച്ച വചനം തന്നെ ഒടുക്കത്തെ നാളിൽ അവനെ ന്യായം വിധിക്കും. അപ്പൊ ഇവിടെ യേശു നമ്മെ പഠിപ്പിക്കുന്നത് യേശു ആരെയും ന്യായം വിധിക്കുന്നില്ല. പക്ഷേ യേശു പഠിപ്പിച്ച ഈ വചനം അനുസരിക്കാതെ ആ വചനം തള്ളിക്കളയുന്നവനെ ന്യായം വിധിക്കുന്നത് ആ ദൈവം യേശു പറഞ്ഞ അല്ലെങ്കിൽ യേശു നമ്മെ പഠിപ്പിച്ച ആ വചനം തന്നെയാണ് നമുക്ക് ന്യായവിധിയായി തീരുന്നത്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, യേശു ഇതുപോലൊരു പുസ്തകം തുറന്ന് നമ്മുടെ പാപങ്ങളൊക്കെ എഴുതി വെച്ച് ആ പാപം നോക്കി നമ്മളെ ന്യായം വിധിക്കുന്നില്ല. നേരെ മറിച്ച് യേശു പഠിപ്പിച്ച വചനങ്ങൾ അനുസരിച്ച് നാം ജീവിക്കുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ ദൈവവചനത്തിലൂടെ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുന്നില്ല എങ്കിൽ ഈ ദൈവവചനം തന്നെ നമുക്ക് ന്യായവിധിയായി തീരുമെന്നാണ്. വീണ്ടും പൗലോസ്ലീഹ പഠിപ്പിക്കുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. റോമർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 6-ാം വാക്യത്തിലൂടെ പൗലോസ്ലീഹ പഠിപ്പിക്കുന്നത്, ദൈവം യേശുക്രിസ്തു മുഖാന്തരം മനുഷ്യരുടെ രഹസ്യങ്ങളെ എൻ്റെ സുവിശേഷ പ്രകാരം ന്യായം വിധിക്കുന്ന നാളിൽ തന്നെ. അപ്പൊ ഇവിടെ പൗലോസ്ലീഹ പഠിപ്പിക്കുന്നതും ഈ പൗലോസ്ലീഹ പഠിപ്പിച്ച ഈ വചനങ്ങൾ അനുസരിച്ച് ജീവിക്കാത്ത വ്യക്തിയെ ഈ സുവിശേഷം തന്നെ ന്യായം വിധിക്കുമെന്നാണ്. അപ്പൊ ഈ 3 വചനത്തിലൂടെ നാം മനസ്സിലാക്കേണ്ടത്, ദൈവം അല്ലെങ്കിൽ പുത്രൻ ആരെയും ന്യായം വിധിക്കുന്നില്ല, ഈ പുത്രൻ പഠിപ്പിച്ച വചനങ്ങൾ തന്നെ നമ്മളെ ന്യായം വിധിക്കുമെന്നാണ്. അതുപോലെ മോശ ആരെയും ന്യായം വിധിക്കുന്നില്ല, നേരെ മറിച്ച് മോശ നൽകിയ ആ ന്യായപ്രമാണം ആണ് ഒരു വ്യക്തിക്ക് ശിക്ഷാവിധി അല്ലെങ്കിൽ ന്യായവിധിയായി തീരുന്നത്. ഇനി ന്യായവിധി എന്താണെന്ന് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 19-ാം വാക്യത്തിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തികൾ ദോഷമുള്ളതാകിയാൽ അവർ വെളിച്ചത്തേക്കാൾ ഇരുളിനെ സ്നേഹിച്ചത് തന്നെ. അപ്പൊ നമുക്കറിയാം, ഈ വെളിച്ചം എന്ന് പറയുന്നത് ദൈവവചനം ഒരു വ്യക്തി സ്വീകരിക്കുമ്പോഴാണ് അവൻ വെളിച്ചമുള്ളവനായി തീരുന്നത്. നമ്മൾ ആദ്യം കഴിഞ്ഞ കുറെ മുമ്പുള്ള വീഡിയോകളിൽ പഠിച്ചതാണ്, ഈ ദൈവത്തിന്റെ വചനം അത് വെളിച്ചമാണ്, അത് ജീവനുള്ളതാണ്, ജീവനും വെളിച്ചവുമാണ് ദൈവത്തിന്റെ വചനം. അപ്പോൾ ആരൊക്കെ ദൈവത്തിന്റെ വചനം ഹൃദയത്തിൽ സ്വീകരിക്കുന്നതോ അവന് ജീവനുണ്ടാകുന്നു, അതുപോലെ തന്നെ അവൻ വെളിച്ചമുള്ളവനായി തീരുന്നു. അപ്പൊ ഈ വെളിച്ചമാകുന്ന ഈ ദൈവവചനം ലോകത്തിലേക്ക് വന്നിട്ടും
ആ വെളിച്ചത്തേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ ഈ ദൈവവചനത്തെക്കാൾ കൂടുതലായി നമ്മൾ ഈ ലോകത്തെ സ്നേഹിക്കുന്നതാണ്, അല്ലെങ്കിൽ ഇരുളിനെ സ്നേഹിക്കുന്നതാണ്. നമുക്കറിയാം, ലോകം ഇരുളിലാണ്. ലോകം സർവ്വലോകവും പിശാചിന്റെ അധീനതയിൽ കിടക്കുന്നു എന്നാണ് വചനം പഠിപ്പിക്കുന്നത്. അപ്പോൾ നാം ഈ ലോകത്തിന്റെ ഇഷ്ടങ്ങളനുസരിച്ചാണ് ജീവിക്കുന്നതെങ്കിൽ നാം ഈ ലോകത്തിലാണ് ജീവിക്കുന്നത്. അല്ലെങ്കിൽ ലോകത്തിന്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുമ്പോൾ നാം ഇരുളിലാണ് ജീവിക്കുന്നത്. നാം വെളിച്ചമുള്ളവരായി വെളിച്ചത്തിൽ ജീവിക്കണമെന്നാണ് ദൈവവചനം പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് നാം ഈ ദൈവവചനം ഹൃദയത്തിൽ സ്വീകരിച്ച് നാം വെളിച്ചമുള്ളവരായി തീരണമെന്ന് വചനം പഠിപ്പിക്കുന്നത്. ഈ ദൈവവചനമാണ് നമ്മളെ ന്യായം വിധിക്കുന്നതെന്ന് നാം ഈ വചനത്തിൽ നിന്ന് തിരിച്ചറിയണം. ഇവിടെ വീണ്ടും യോഹന്നാന്റെ സുവിശേഷം 3-16 പഠിപ്പിക്കുന്നത് എല്ലാവർക്കും അറിയാവുന്ന ഒരു വചനമാണ്. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. അപ്പൊ ദൈവത്തിന്റെ ഈ സത്യവചനം ലോകത്തിലേക്ക് നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. എന്നാൽ ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചുവെങ്കിലും നാം ദൈവത്തിന്റെ വചനം സ്വീകരിച്ച്, അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനം ഹൃദയത്തിൽ സ്വീകരിച്ച് നാം ദൈവത്തെ സ്നേഹിക്കുന്നവരായി തീരുന്നില്ല എന്നുള്ളതാണ് ദൈവത്തിന്റെ ഒരു പരാതിയായിട്ട് ഇവിടെ വചനം പറയുന്നത്. അപ്പൊ ദൈവത്തിന്റെ ഏകജാതനായ പുത്രൻ, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഏകപുത്രൻ ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിനെ സ്വീകരിച്ച് യേശു ദൈവത്തിന്റെ ആദിജാതനായി തീർന്നു. അങ്ങനെ ദൈവത്തിന്റെ ആദിജാതനായി തീർന്ന യേശു ദൈവത്തിന്റെ പുത്രനായി തീർന്നു. ആ പുത്രൻ പഠിപ്പിച്ച വചനങ്ങൾ അനുസരിക്കാതെ നാം ഈ ലോകത്തെ സ്നേഹിച്ച് ജീവിച്ചാൽ, അല്ലെങ്കിൽ ലോകത്തെ സ്നേഹിക്കുമ്പോൾ നാം അന്ധകാരത്തിലാണ് ജീവിക്കുന്നത്. ഈ അന്ധകാരത്തിൽ നിന്ന് നാം പ്രകാശത്തിലേക്ക് വരണം, അല്ലെങ്കിൽ പ്രകാശത്തിൽ വസിക്കണമെന്നാണ് ഈ വചനം പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കിയതുപോലെ ഈ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൽ നമ്മൾ മനസ്സിലാക്കി, ദൈവത്തിന്റെ പരിശുദ്ധമായ ആത്മീയത കൊണ്ട് നമ്മളെ ദൈവം മുദ്രയിട്ടിരിക്കുകയാണ്. അങ്ങനെ ദൈവത്തിന്റെ ഈ സത്യവചനം സ്വീകരിക്കുന്ന ഓരോ വ്യക്തിയെയും ദൈവം ആ വചനത്താൽ തന്നെ മുദ്രയിടുന്നു. ആ മുദ്രയിട്ടവർ എല്ലാവരും ദൈവത്തോടൊപ്പം നിത്യതയിൽ വസിക്കുവാൻ യോഗ്യതയുള്ളവരായി തീരുന്നു. അപ്പം നാം നിത്യതയിൽ വസിക്കുവാൻ യോഗ്യത നേടണമെങ്കിൽ ദൈവവചനം ഹൃദയത്തിൽ സ്വീകരിച്ച് ആ വചനമനുസരിച്ചുള്ള ഒരു ജീവിതം നാം ക്രമപ്പെടുത്തണമെന്നാണ് ഈ വചനത്തിലൂടെ ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. വീണ്ടും നമ്മൾ യോഹന്നാന്റെ സുവിശേഷം തന്നെ അതിന്റെ 3-ാം-17 പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? തന്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷപ്പെടുവാനത്രേ. അപ്പൊ ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ഈ ലോകത്തെ ശിക്ഷയ്ക്ക് വിധേയമാക്കുവാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് ദൈവത്തിന്റെ പുത്രനെ സ്വീകരിച്ച് നാം ഓരോരുത്തരും ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന രക്ഷ സ്വന്തമാക്കുവാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ദൈവത്തിന്റെ ഏകപുത്രൻ, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഏകജാതനായ ആ ക്രിസ്തുവിനെ സ്വീകരിച്ച് നാം ഓരോരുത്തരും ദൈവത്തിന്റെ രക്ഷ സ്വന്തമാക്കണമെന്നാണ് ഈ വചനത്തിലൂടെ ദൈവം പഠിപ്പിക്കുന്നത്. വീണ്ടും പൗലോസ്ലീഹ നമ്മളെ പഠിപ്പിക്കുകയാണ്. വീണ്ടും 18-ാം വാക്യം, യോഹന്നാന്റെ സുവിശേഷം തന്നെ അതിന്റെ 3-ാം അധ്യായം 18-ാം വാക്യം പഠിപ്പിക്കുന്നത്, അവന് വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല, വിശ്വസിക്കാത്തവന് ദൈവത്തിന്റെ ഏകജാതനായ പുത്രന്റെ നാമത്തിൽ വിശ്വസിക്കായകയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ദൈവത്തിന്റെ ഏകജാതനായ പുത്രന്റെ നാമത്തിൽ. അപ്പൊ ഏകജാതൻ ദൈവത്തിന്റെ വചനം ഹൃദയത്തിൽ സ്വീകരിച്ച് ദൈവത്തിൽ നിന്ന് ജനിക്കുന്നവരെല്ലാവരും ക്രിസ്തു ഏകജാതനാണ്. ഈ ക്രിസ്തുവിനെ സ്വീകരിച്ച് ദൈവത്തിൽ നിന്ന് ജനിക്കുന്നവരെല്ലാവരും ദൈവത്തിന്റെ ആദിജാതന്മാരാണ്. അങ്ങനെ നാം ഈ ആദിജാതന്മാരുടെ നാമത്തിൽ വിശ്വസിക്കണമെന്നാണ്, അല്ലെങ്കിൽ ഏകജാതന്റെ നാമത്തിൽ വിശ്വസിക്കണമെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. ഈ ഏകജാതന്റെ നാമം ക്രിസ്തുവാണ്. അങ്ങനെ ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോഴാണ് നമുക്ക് ഈ ന്യായവിധിയിൽ നിന്ന് നമ്മൾ ഒഴിവുള്ളവരായി തീരുന്നത്, അല്ലെങ്കിൽ നമ്മൾ ന്യായവിധിയിൽ പ്രവേശിക്കാതിരിക്കുന്നത് പുത്രനെ സ്വീകരിച്ച് നമ്മൾ ആ പുത്രന്റെ വചനമനുസരിച്ച് ജീവിക്കുമ്പോഴാണ്. വീണ്ടും പൗലോസ്ലീഹ പഠിപ്പിക്കുകയാണ്. റോമർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായം 14-ാം വാക്യത്തിലൂടെ 14-ാം വാക്യം മുതൽ ഈ 25-ാം വാക്യം വരെ പൗലോസ്ലീഹ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ന്യായപ്രമാണം നല്ലതാണ്,
പക്ഷേ ന്യായപ്രമാണം അനുസരിച്ച് നാം ജീവിക്കുന്നില്ലെങ്കിൽ ന്യായപ്രമാണം നമുക്ക് ശിക്ഷാവിധിയായി തീരും. ഇവിടെ അതിൻ്റെ 7-ാം അധ്യായം 14-ാം വാക്യം പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? ന്യായപ്രമാണം ആത്മീകം എന്ന് നാം അറിയുന്നുവല്ലോ, ഞാനോ ജഡമയൻ, പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവൻ. അപ്പൊ നമ്മൾ ഇവിടെ ഈ വചനത്തിൽ നിന്ന് പഠിക്കേണ്ടത്, ഈ ന്യായപ്രമാണത്തിന് കീഴിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നാം പാപത്തിന് കീഴിലാണ് വസിക്കുന്നത്. നമ്മളിൽ നിന്ന് ഈ ന്യായപ്രമാണത്തിന് ന്യായപ്രമാണത്തിന് മരിച്ചു കഴിയുമ്പോഴാണ് നമുക്ക് ക്രിസ്തുവിനെ ലഭിക്കുന്നത്. ഇവിടെ പൗലോസ്ലീഹ ഈ 7-ാം അധ്യായം 14 മുതൽ 25 വരെയുള്ള വാക്യത്തിലൂടെ പഠിപ്പിക്കുന്നത്, ഈ പാപം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത് കൊണ്ടാണ് നമ്മൾ പാപം ചെയ്യുന്നത്. ഞാനോ ജഡമയൻ, പാപം എന്നിൽ വസിക്കുന്നു. ഈ നന്മ ചെയ്യുവാനുള്ളൊരു മനസ്സെനിക്കുണ്ട്, പക്ഷേ ഈ പാപത്തിന്റെ മനസ്സ് എന്നിലുള്ളതുകൊണ്ട്, അല്ലെങ്കിൽ എന്നിൽ പാപം വസിക്കുന്നതുകൊണ്ട് ഈ നന്മ പ്രവർത്തിക്കുവാൻ എനിക്ക് കഴിയുന്നില്ലെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. അപ്പോൾ പൗലോസ്ലീഹ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ ഇച്ഛിക്കുന്ന നന്മയല്ല, ഞാൻ ഇച്ഛിക്കാത്ത തിന്മ എത്ര എന്നിൽ നിന്ന് പുറത്തു വരുന്നത്. അല്ലെങ്കിൽ ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ ഇച്ഛിക്കുന്ന നന്മയല്ല, ഞാൻ ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. അതിന്റെ കാരണം പൗലോസ്ലീഹ പറയുന്നത് എന്നിലെ പാപം വസിക്കുന്നത് കൊണ്ടാണ്. അപ്പൊ നമ്മളിൽ പാപം വസിക്കുന്നത് കൊണ്ടാണ് നമ്മൾ പാപം ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഈ പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കണമെങ്കിൽ ഈ ന്യായപ്രമാണത്തിൽ നിന്ന് ഈ ന്യായപ്രമാണം നമ്മളിൽ അവസാനിച്ച്, അല്ലെങ്കിൽ ന്യായപ്രമാണത്തിന് മരിച്ച് നമ്മൾ ക്രിസ്തുവിനെ സ്വന്തമാക്കണം. അങ്ങനെ ക്രിസ്തുവിനെ സ്വന്തമാക്കുമ്പോഴാണ് നമ്മൾ ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവരായി തീരുന്നത്. അപ്പൊ ന്യായപ്രമാണം നല്ലതാണ്, അല്ലെങ്കിൽ ന്യായപ്രമാണം ആത്മീകമാണ്. പക്ഷേ ന്യായപ്രമാണം ഉള്ളത് കൊണ്ടാണ് നമ്മൾ പാപം ചെയ്യുന്നത്. ഇവിടെ 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 15-ാം അധ്യായം 56-ാം വാക്യത്തിലൂടെ പൗലോസ്ലീഹ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: മരണത്തിന്റെ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ പാപം ഉള്ളതുകൊണ്ടാണ് നമ്മൾ മനുഷ്യന് മരണം ഉണ്ടാകുന്നത്. അപ്പൊ പാപത്തിന്റെ വിഷമുള്ള മരണമാണ്. അപ്പൊ പാപം നമ്മളിൽ ഉള്ളതുകൊണ്ട് മനുഷ്യർക്ക് മരണം ഉണ്ടാകുന്നു. അപ്പൊ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ളൊരു മാർഗം ഈ പാപത്തിനെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന്, നമ്മിൽ നിന്ന് പാപം പോകുമ്പോഴാണ്, അല്ലെങ്കിൽ പാപത്തിൽ നിന്ന് പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് നമ്മൾ രക്ഷ നേടുമ്പോഴാണ് നമ്മൾക്ക് മരണത്തിൽ നിന്ന് രക്ഷ നേടുവാൻ കഴിയുന്നത്. ഇവിടെ 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം അതിന്റെ 15-ാം അധ്യായം 56-ാം വാക്യം പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? മരണത്തിന്റെ വിഷമുള്ള പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം. അപ്പൊ ന്യായപ്രമാണം ഉള്ളത് കൊണ്ടാണ് ഈ പാപം ചെയ്യുന്നത്. പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം. അപ്പൊ ഈ പാപം ചെയ്യാനുള്ള ഒരു ശക്തി ലഭിക്കുന്നത് ന്യായപ്രമാണത്തിന് കീഴിൽ കിടക്കുന്നതുകൊണ്ടാണ്. അപ്പൊ ന്യായപ്രമാണം നമ്മളിൽ നിന്ന് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ന്യായപ്രമാണത്തിന് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് പാപത്തിൽ നിന്ന് മോചനം നേടാമെന്നാണ് ഈ വചനത്തിലൂടെ നാം മനസ്സിലാക്കേണ്ടത്. അപ്പൊ മരണത്തിന്റെ വിഷമുള്ള ഈ പാപം ചെയ്യുന്നത് കൊണ്ടാണ് മരണം ഉണ്ടാകുന്നത്. പാപം ചെയ്യുവാനുള്ളൊരു കാരണം നമ്മൾ ന്യായപ്രമാണത്തിന് കീഴിൽ കിടക്കുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ ന്യായപ്രമാണത്തിന്റെ ശക്തി കൊണ്ടാണ് നമ്മൾ പാപം ചെയ്യുന്നത്. അപ്പോൾ പാപം ചെയ്യാതെ ദൈവത്തിന്റെ നീതിമാന്മാരായി തീരുവാനുള്ള ഒരു മാർഗം നമ്മൾ മുമ്പ് പഠിച്ചതാണ്. റോമർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായത്തിൽ നമ്മൾ പഠിച്ചതാണ്: വിശ്വസിക്കുന്ന ഏവർക്കും നീതി ലഭിപ്പാൻ ക്രിസ്തു ന്യായപ്രമാണത്തിന്റെ അവസാനമാകുന്നു. അപ്പൊ ന്യായപ്രമാണം ഒരു വ്യക്തിയിൽ ന്യായപ്രമാണം അവസാനിക്കുമ്പോൾ അവന് ദൈവം ക്രിസ്തുവിനെ നൽകുന്നു. ക്രിസ്തു വരുമ്പോഴാണ് ഒരു വ്യക്തിക്ക് ദൈവത്തിന്റെ നീതി ലഭ്യമാകുന്നത്. അപ്പൊ ദൈവത്തിന്റെ നീതി ലഭിക്കണമെങ്കിൽ ഒരു വ്യക്തി ക്രിസ്തുവിനെ സ്വന്തമാക്കണം, അല്ലെങ്കിൽ ക്രിസ്തു ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ വരുമ്പോഴാണ് അവൻ ദൈവത്തിന്റെ നീതിമാനായി തീരുന്നത്. അങ്ങനെ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. അപ്പോൾ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവിനെ സ്വീകരിച്ച് നമ്മൾ ആ ക്രിസ്തുവിൽ വിശ്വസിച്ച് ജീവിക്കുമ്പോഴാണ് നമ്മൾ ന്യായപ്രമാണത്തിന് മരിച്ച് ദൈവത്തിന്റെ നീതിമാന്മാരായി തീരുന്നത്. വീണ്ടും നമ്മൾ റോമർക്ക് എഴുതിയ ലേഖനം അതിന്റെ 8-ാം അധ്യായം 1-ാം വാക്യം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. 9-ാം അധ്യായം അതിന്റെ 8-ാം അധ്യായം 2-ാം വാക്യം പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തു യേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു.
ഈ വചനം വളരെ പ്രധാനപ്പെട്ട ഒരു വചനമാണ്. ഈ ദൈവരാജ്യ മർമ്മങ്ങളുടെ ഒരു വലിയ രഹസ്യം ഈ വചനത്തിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ വചനം പഠിപ്പിക്കുന്നത്, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് യാതൊരു ശിക്ഷാവിധിയുമില്ല. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, ക്രിസ്തുയേശുവിലുള്ളവർക്ക് എന്ന് പറഞ്ഞാൽ യേശുവിലൂടെ നമ്മൾ ക്രിസ്തുവിനെ സ്വന്തമാക്കി, അങ്ങനെ യേശുവിലൂടെ ക്രിസ്തുവിനെ സ്വന്തമാക്കിയവരാണ് ക്രിസ്തുയേശുവിലുള്ളവർ. അങ്ങനെ യേശുവിലൂടെ നമ്മൾ ക്രിസ്തുവിനെ സ്വന്തമാക്കി നാം ക്രിസ്തുവിലായി തീർന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ യാതൊരു ശിക്ഷാവിധിയും ഇല്ലെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. നമുക്ക് യാതൊരു ശിക്ഷാവിധിയും ഇല്ലാത്തതിൻ്റെ ഒരു കാരണം ഇവിടെ നമ്മൾ വചനം പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? എന്നാൽ ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ആ വചനം നമ്മൾ ആഴമായി പഠിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ഈ ആദ്യം മനസ്സിലാക്കിയതുപോലെ പാപത്തിന്റെ വിഷമുള്ള മരണമാണ്. പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം തന്നെ. അപ്പൊ ന്യായപ്രമാണം ഉള്ളത് കൊണ്ടാണ് നമ്മൾ പാപം ചെയ്യുന്നത്. അപ്പൊ ഈ ലോകത്തിലൊരു നിയമം ഉണ്ടായിരുന്നു, ഈ പാപം ചെയ്യുന്നവൻ മരിക്കും. പാപവും മരണവുമായിരുന്നു ഈ ലോകത്തിലുണ്ടായിരുന്ന ഒരു ന്യായപ്രമാണം. ഒരു പ്രമാണം ഈ ലോകത്തിലുണ്ടായിരുന്നു, പാപം ചെയ്യുന്നവൻ മരിക്കുമെന്ന്. അപ്പൊ ഇവിടെ വേറെ പുതിയൊരു പ്രമാണം യേശു ഈ ലോകത്തിൽ വന്ന് പുതിയൊരു പ്രമാണം ഈ ലോകത്തിൽ സ്ഥാപിച്ചു. എന്നാൽ ലോകം ശരിയാവണ്ണം ഈ പ്രമാണം മനസ്സിലാക്കുന്നില്ല. ഇവിടെ വചനം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, ജീവന്റെ ആത്മാവിന്റെ പ്രമാണം. അപ്പൊ ഇവിടെ ആ വചനത്തിന്റെ അർത്ഥം ഇതാണ്, ആത്മീയതയിൽ നിന്ന് ജീവൻ ലഭിച്ച്, അങ്ങനെ ആത്മീയതയിൽ നിന്ന് ജീവൻ ലഭിച്ചു കഴിയുമ്പോൾ എനിക്ക് ഈ പഴയ പ്രമാണം, പാപവും മരണവും എന്ന, പാപം ചെയ്യുന്നവൻ മരിക്കുമെന്ന ആ ഒരു പ്രമാണം ലോകത്തിൽ നിലനിന്നിരുന്നു. ഈ പ്രമാണത്തിൽ നിന്ന് യേശുവിലൂടെ ക്രിസ്തുവിനെ ലഭിച്ചു കഴിയുമ്പോൾ, അതാണ് ജീവന്റെ ആത്മാവിന്റെ പ്രമാണം. എന്നുവെച്ചാൽ ആത്മീയതയിൽ നിന്ന് നമ്മൾ ഹൃദയത്തിൽ ദൈവത്തിന്റെ ആത്മീയത സ്വീകരിച്ചു കഴിയുമ്പോൾ നമ്മൾ ജീവനുള്ളവരായിത്തീരുന്നു. അങ്ങനെ അത് ക്രിസ്തു നമ്മളിൽ വരുമ്പോഴാണ് നമുക്ക് ജീവനുണ്ടാകുന്നത്. അങ്ങനെ ഈ ആത്മീയതയിലൂടെ ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വന്ന് ക്രിസ്തു ഹൃദയത്തിൽ വസിച്ചു കഴിയുമ്പോൾ നമ്മൾക്ക് ജീവനുണ്ടാകുന്നു. അങ്ങനെ ആ ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പഴയ പ്രമാണത്തിൽ നിന്ന്, പാപത്തിന്റെ ഒരു പ്രമാണം ഉണ്ടായിരുന്നു, പാപത്തിന്റെ പ്രമാണം, പാപം ചെയ്യുന്നവൻ മരിക്കുമെന്ന ആ പ്രമാണം മാറിയിട്ട് പുതിയൊരു പ്രമാണം യേശു ലോകത്തിൽ സ്ഥാപിച്ചു. അതാണ് ആത്മീയതയിൽ നിന്ന് ജീവൻ പ്രാപിച്ച് നമുക്ക് ആ ജീവൻ നിത്യജീവനായി തീരുമെന്ന ഒരു പുതിയ പ്രമാണം യേശു ലോകത്തിൽ പഠിപ്പിച്ചു. പക്ഷേ ഈ ഒരു പുതിയ പ്രമാണം ലോകം ശരിയാവണ്ണം മനസ്സിലാക്കുന്നില്ല. അങ്ങനെ ഈ പുതിയ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തു യേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. അപ്പൊ നമുക്കറിയാം, ഈ സ്വാതന്ത്ര്യം ലഭിച്ചവരാണ് ഈ ക്രിസ്തുവിനെ സ്വന്തമാക്കിയവർ. അപ്പൊ ക്രിസ്തുവിനെ ലഭിക്കുമ്പോഴാണ് ഈ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് നമുക്ക് മോചനം പ്രാപിക്കുവാൻ കഴിയുകയുള്ളൂ. അപ്പൊ നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ പരിശ്രമിക്കേണ്ടത്, ഈ പാപത്തിൽ ജീവിച്ച് പാപിയായി ജീവിക്കുവാൻ വേണ്ടിയിട്ടല്ല. യേശു ഈ ലോകത്ത് പുതിയൊരു പ്രമാണം സ്ഥാപിച്ചു. ആത്മീയതയിലൂടെ ജീവൻ നേടാമെന്ന ആ പുതിയ പ്രമാണം. അങ്ങനെ ജീവൻ നേടിയവർക്ക് ആ ജീവൻ നിത്യജീവനായി തീരുന്നു. അപ്പൊ ആത്മീയതയിലൂടെ നമ്മൾ ജീവൻ നേടി ആ ജീവൻ നിത്യജീവനായി തീരുന്നു. ഈ പ്രമാണമാണ് യേശു ഈ ലോകത്ത് സ്ഥാപിച്ചത്. എന്നാൽ നാം ശരിയാവണ്ണം ഈ പ്രമാണം മനസ്സിലാക്കുന്നില്ല. ആത്മീയതയിലൂടെ ജീവൻ നേടി ആ ജീവൻ നിത്യജീവനായി തീരുന്നു. അങ്ങനെ ആ ഒരു പ്രമാണം മരണത്തിന്റെയും പാപത്തിന്റെയും പ്രമാണത്തിൽ നിന്ന്, ഈ ലോകത്തില് മോശയുടെ ന്യായപ്രമാണത്തിലൂടെ ഈ ലോകത്തിലെ പാപം കടന്നു വന്നു, അല്ലെങ്കിൽ മോശയുടെ ന്യായപ്രമാണം അനുസരിച്ച് ജീവിക്കാത്തവർക്ക് മരണം വരുന്നു. ആ ഒരു നിയമമായിരുന്നു ഈ ലോകത്തിലുണ്ടായിരുന്നത്. എന്നാൽ യേശു ഈ ലോകത്തിൽ വരികയും ഈ പുതിയൊരു പ്രമാണം ഈ ലോകത്ത് സ്ഥാപിക്കുകയും ചെയ്തു. ആ പ്രമാണമാണ് ജീവന്റെ ആത്മാവിന്റെ പ്രമാണം. എന്ന് വെച്ചാൽ ആത്മീയതയിലൂടെ എനിക്ക് ജീവൻ നേടിയെടുക്കാം. ആ ജീവൻ എനിക്ക് നിത്യജീവനായി തീരും. ആ ഒരു പ്രമാണം ക്രിസ്തുയേശുവിൽ എനിക്ക് പാപത്തിന്റെയും
മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. അപ്പൊ ന്യായപ്രമാണത്തിൽ കിടക്കുമ്പോൾ നമ്മൾ പാപം ചെയ്തു കഴിഞ്ഞാൽ മരണം ഉണ്ടാകുന്നു. അങ്ങനെ ഒരു പ്രമാണം ഈ ലോകത്ത് നിലനിന്നിരുന്നു. ആ പ്രമാണത്തെ യേശു അസാധുവാക്കി, അല്ലെങ്കിൽ ഇല്ലാതെയാക്കി തീർത്തു. എന്നിട്ട് യേശു പുതിയൊരു പ്രമാണം ഈ ലോകത്ത് സ്ഥാപിച്ചു. അതാണ് ജീവന്റെ ആത്മാവിന്റെ പ്രമാണം. ആ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തു യേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു എന്നാണ് ഈ റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 2-ാം വാക്യത്തിലൂടെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. ഈ പുതുവർഷത്തിൽ യേശു നമുക്ക് നൽകിയ ആ ആത്മീയതയിലൂടെ ജീവൻ നേടാമെന്ന പുതിയ പ്രമാണം ഹൃദയത്തിൽ സ്വീകരിച്ച് നമുക്ക് ആത്മീയത അനുസരിച്ച് ജീവിച്ച് അതിലൂടെ ജീവൻ നേടി നമുക്ക് നിത്യജീവൻ നേടുവാൻ പരിശ്രമിക്കാം. അതിന് ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കുകയും ആ ജീവൻ നേടി ആത്മീയതയിലൂടെ ജീവൻ നേടുന്ന ആ ദൈവത്തിന്റെ സത്യ ആത്മീയതയിലേക്ക് നിങ്ങളെ വഴി നടത്തുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു.